നീ കാറും എടുത്ത് ഉടനെ പോണം. പോയി ജഗനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരണം. അതിപ്പോ ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ലമ്മേ. ഓ പിന്നെ ഒരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു. അനിയനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതേ സ്വന്തം ചേട്ടന്. അതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. മോനെ, ഒരു ചേട്ടന്റെ കടമ ചെയ്യടാ. ജഗം പെട്ടെന്ന് വരാൻ തയ്യാറായെന്ന് വരില്ല. ഒരുപക്ഷെ നീ എത്ര പറഞ്ഞിട്ടും വരാൻ തയ്യാറായില്ലെങ്കിൽ നീ മോനെ ബലം പിടിച്ചാണെങ്കിലും അവനെ കൂട്ടിക്കൊണ്ടുവരണം. ജഗനെ നമുക്ക് കൈവിടാൻ പറ്റില്ല മോനെ. നിന്നെ പോലെ തന്നെ എന്റെ വയറ്റിൽ പിറന്നതാ അവനും. പെറ്റ വയറിനെ അതിന്റെ വേദന അറിയൂ. അമ്മ സമാധാനപ്പെടാ. ജഗനെ കൊണ്ട് ഞാൻ വരും. വന്ദന എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവളാ. ഇല്ലടി, ഈ ജന്മം എന്റെ ഏട്ടന് ഭർത്താവായി നിനക്ക് കിട്ടില്ല. ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് എനിക്കറിയാനാ ഞാൻ ഹിഡൻ ക്യാമറ വെച്ചത്. അവളത് കണ്ടുപിടിച്ചു. മൊബൈൽ ജാമർ വെച്ചു. അതും അവള് മനസ്സിലാക്കി. അവള് പോലും അറിയാതെ മറ്റൊരു തന്ത്രം ഈ വിക്രം പ്രയോഗിച്ചിരിക്കാൻ. ഹാക്കിംഗ്. അവളുടെ ഫോണിൽ വരുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയണം. വർഷയുടെ ഫോണിൽ എന്തോ മെസ്സേജോ കോളോ വന്നതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കേട്ടത്. അതെന്താണെന്ന് നോക്കാം. സത്യാണോ? ജഗൻചേട്ടൻ വീട്ടിൽ നിൽക്കുന്നതാണോ? അതെ, വന്നിട്ട് കുറച്ചു നേരമായി. ഇവിടെ ഇപ്പോ കുരുക്ഷേത്ര ഭൂമിയാ മോളെ. ഹരിതയുടെ അച്ഛൻ കുറുപ്പ് സാറ് വന്ന് ബഹളം ഉണ്ടാക്കി പോയ കാര്യം മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ഹരിതയുടെ വീട്ടിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഹരിതയെ ഞാൻ ഫോൺ ചെയ്തിട്ട് അവൾ എടുക്കുന്നില്ല. ജഗൻ ഇവിടെ വന്നിട്ട് ഒറ്റക്കാലിൽ നിൽക്കുക. അവൻ വന്ദനയും കൊണ്ടേ പോവുള്ളൂന്ന്. എന്നിട്ട് എവിടെ? ഇവിടെ എല്ലാവർക്കും ജഗനോട് ദേഷ്യ. അല്ലേലും ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തിയാണ് ജഗൻ ചെയ്തത്. ഒരു പെണ്ണിനെ ചീറ്റ് ചെയ്ത് അവൾ അറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ട്. ഒടുവിൽ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി അച്ഛനോടും അമ്മയോടും അവളോടും കാര്യം പറയാം. അയൽപക്കക്കാരും നാട്ടുകാരും എല്ലാരും എല്ലാം അറിഞ്ഞു. നാണം കെട്ടിരിക്കും ആകെ. ദേ വർഷേ, പ്രകാശേട്ടൻ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ശരി എടുത്തേ. ജഗൻ. മുൻപേ എനിക്ക് അവന് സംശയം ഉണ്ടായിരുന്നു. വന്ദനയുടെ പുറകെ ഒലിപ്പിച്ച് നടന്നപ്പോഴേ എന്തൊക്കെയായിരുന്നു. ജഗനെ പിടിച്ച് മടിയിൽ വയ്ക്കുന്നു, താലോലിക്കുന്നു. വേണം, വന്ദനയ്ക്ക് അത് തന്നെ വേണം. തെരുവ് കൊണ്ടേ ജഗൻ അവളുടെ ഭർത്താവായി വരണം. എന്നാലേ മാധവൻ നായരും ചന്ദ്രികാമയും പഠിക്കും. എന്നെ നന്നാക്കാൻ ഇറങ്ങിയ വന്ദന ഇപ്പോ ഒരു റൗഡിയുടെ ഭാര്യയായി. ഞാൻ ഹാപ്പിയാ, വെരി വെരി ഹാപ്പി. ഈ ഹാക്കിംഗ് കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം.
ജഗ മതി, മഴ പെയ്യുന്നു, നനയാതെ കയറി നിൽക്ക്. ജഗ ജഗ പറഞ്ഞ കേക്ക്, വെറുതെ മഴ നനയണ്ട. ആ ഈ കുട പിടിക്ക്. വേണ്ട. ആ ജഗ പറയുന്ന കേൾക്ക്, അകത്തോട്ട് കയറി നിൽക്ക്. ഇല്ല, ഞാൻ എങ്ങോട്ടുമില്ല. ചെയ്ത തെറ്റിന് പരിഹാരം കാണാതെ ജഗൻ എങ്ങോട്ടുമില്ല. ജഗ, എന്താ ഇത്? എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? ജഗ വാ, വന്ന് വണ്ടി കയറി. ജഗ, എന്നോട് പറഞ്ഞത് കേട്ടില്ലേ? നീ ഒന്ന് വന്ന് വണ്ടി കയറാൻ. ഇല്ല, ഏട്ടൻ പോക്കോ. ജഗ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇല്ല, വിട്, ഞാൻ എങ്ങോട്ടുമില്ല. നിന്നോട് പല പ്രാവശ്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമൊക്കെ ആവാം, പക്ഷേ നല്ല ആളുകളായിട്ട് ബന്ധം വയ്ക്കാവുന്ന. ഇതുപോലെ നിലവാരമില്ലാത്തവരായിട്ടൊക്കെ സഹകരിച്ചതിൻ്റെ ഫലമായി ഇതൊക്കെ. കേട്ടോ, ഈ മുറ്റത്ത് നിന്നാൽ തന്നെ നമുക്ക് കുറച്ചില്ല. നീ വാങ്ങിക്കോട്ട്. വാ ജഗ. വിട്. എടാ വരാൻ. ഞാൻ വരുന്നില്ല. ഏട്ടാ വിടും. എടാ വിട്. കണ്ണും കലാശമൊക്കെ കാണിച്ച് ഹരിതയെ കൊണ്ടുവന്നിട്ട് എന്തായടാ? അവിടെ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടിയില്ലേ? അടുത്തത് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഓരോരുത്തർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. നീ വാ. ഏട്ടാ വിടും. നീ വന്നേ. ഏട്ടാ വിടാൻ. എന്നെ വിടാനല്ലേ പറഞ്ഞു. ഞാൻ വരുന്നില്ല. കേക്ക്. ഏട്ടാ ജഗ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞായിട്ടായി പോവും. അപ്പൊ നീ വരില്ലല്ലേ? നീ അനുഭവിച്ചോടാ. നീ ഇപ്പൊ പേമാരിയും കൊടുങ്കാറ്റിനെയൊക്കെ വെല്ലുവിളിച്ച് തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്ന പ്രേമമുണ്ടല്ലോ, അത് നിന്നെ കുത്തുപാട് അടുപ്പിച്ച് തോർത്തും വിരിച്ച് നടുറോട്ടിക്കൊണ്ടിരുത്തും. ഓർത്തോ നീ? അന്ന് നീ കുറ്റബോധം കൊണ്ട് നിലവിളിക്കും.
അവന്റെ ഒരു പ്രേമം. പ്രണയം. ചന്ദ്രു, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആ, ചിലപ്പോ പ്രായം കൂടുന്നതിൻ്റെ ആയിരിക്കും. എന്താ മാധവേട്ട? കാലക്കേടാ ചന്ദ്രു. അല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കാത്ത എൻ്റെ മോളെ ഇങ്ങനെ പറ്റിക്കാൻ. അല്ല, ജഗനെ കുറ്റപ്പെടുത്താനാവോ നമുക്ക്? നിന്നെ കൈവിട്ട് പോകും തോന്നിയപ്പോ കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഞാൻ കൊട്ടാരത്തിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കാൻ വന്നില്ലേ? അംഗീകരിക്കില്ല. അറിയാം. പക്ഷേ ഈ ജഗനെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലമാ ഓർമ്മ വരുന്നത്. നിന്നെ സ്വന്തമാക്കാൻ എന്തിനും ഒരുങ്ങി പുറപ്പെട്ട എന്നെയാ എനിക്ക് അവനിൽ കാണാൻ സാധിച്ചത്. നമുക്ക് നമ്മുടെ മോളെ അവന് കൊടുത്തൂടെ ചന്ദ്രു? ഇല്ല, എനിക്കതിനാവില്ല. ചതിയനവൻ. ഞാനവനെ ഒരു മോനെ പോലെ സ്നേഹിച്ചത്. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവനത് എന്നോട് പറയുമായിരുന്നില്ലേ? മാധവേട്ടനെ അറിയോ? മാധവേട്ടനെ പോലെ എനിക്കും ജഗൻ പന്തിനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എത്ര രാത്രികളില് ഞാൻ അവരുടെ വിവാഹം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ ഇങ്ങനൊരു ചതി ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. ചന്ദ്രു, സംഭവിക്കേണ്ടത് സംഭവിച്ചു. നീ കാണുന്നില്ലേ ചെയ്തു പോയ തെറ്റിന് പരിഹാരം കാണാൻ ഇന്നലെ പെരുമഴയത്ത് ഒരുത്തൻ വെളിയിൽ നിന്നത്? തെറ്റാണ് ചെയ്തതെന്ന് തിരിച്ചറിവുകൊണ്ട് അവൻ പോവാതെ നിൽക്കുന്നത്. താനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കിട്ടിയതെന്ന് അവനാണ് നമ്മളോട് പറഞ്ഞെന്ന് ഓർക്കണമെന്ന്. നമ്മുടെ മോളുടെ ജീവിതം തകർക്കാനാണ് അവൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അത് വിളിച്ചു പറയില്ലായിരുന്നു.
അപ്പോ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജാതകദോഷം കൊണ്ട് കല്യാണം മുടങ്ങിപ്പോകുന്ന നമ്മുടെ മോളുടെ ജീവിതം ഇല്ലാതാക്കലല്ല ജഗന്റെ ഉദ്ദേശം. എന്താ ചന്ദ്രു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാധവേട്ട, ജഗനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. പക്ഷേ വന്ദന ജഗനോടൊപ്പം പോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒരിക്കലും എതിര് പറയില്ല. മതി, നിന്റെ നാവിന്ന് എനിക്കിത് കേട്ടാ മതി. വന്ദനമ്മേ, പാവം ജഗനങ്കിള്. ഇന്നലത്തെ മഴ മുഴുവൻ നനഞ്ഞു. പാവത്തിന് പനി പിടിക്കും, എനിക്ക് ഉറപ്പാ. എന്ന് നീയും കൂടെ ചെന്ന് മഴ നനയേ. ദിയേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന്. കുഞ്ഞിന് എന്തിനാ വന്ദന വഴക്ക് പറയുന്നത്? അവൾക്ക് എന്തറിയാം? മോള് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലും. മോളെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് ജഗനെ കുറിച്ചാ. എനിക്കത് കേക്കണ്ട അച്ഛാ. കേട്ടേ പറ്റൂ. എന്നെ നിർബന്ധിച്ച് കേൾപ്പിച്ചിട്ട് അച്ഛന് എന്താ പ്രയോജനം? അച്ഛൻ എന്താണ് പ്രയോജനം അല്ലേ? അന്നൊരിക്കൽ ദിയമോളുടെ കൈ പിടിച്ച് നീ പറഞ്ഞു, അച്ഛാ ഈ മോളെ ഞാൻ വളർത്തിക്കോട്ടെ എന്ന്. അന്ന് അച്ഛൻ ചിന്തിച്ചില്ല എനിക്കെന്താ പ്രയോജനമെന്ന്. അച്ഛാ, അതേ മോളെ, ലാഭവും നഷ്ടവും നോക്കി മക്കൾക്ക് വേണ്ടി ഈ അച്ഛൻ ഈ നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം മുടങ്ങിപ്പോകുന്ന മകള് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞനെ. പാടില്ലാത്തത് പാടില്ല എന്ന് മകളോട് തീർത്ത് പറയാനാകാത്തതിന്റെ ദുരിതങ്ങൾ മുഴുവൻ മൗനമായിട്ട് അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. അതെ മോളെ, അച്ഛൻ വലുത് മക്കളുടെ ഭാവിയാ. നിനക്ക് ബോധമില്ലാത്ത സമയത്ത് ആരോ ഒരാൾ കഴുത്തിൽ കെട്ടിത്തന്ന താലി, ചതിയെന്നോ വഞ്ചനയെന്നോ എന്ത് വേണമെങ്കിലും അതിനെ വിളിച്ചോ. പക്ഷെ അച്ഛന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, താലി നിന്റെ കഴുത്തിൽ കെട്ടിയ നേരത്തെ ബോധക്കേടുണ്ടായിരുന്നുള്ളൂ നിനക്ക്. അതിനുശേഷം ബോധമുള്ള എത്രയോ ദിവസങ്ങൾ കടന്നുപോയി. അതെ, നിനക്കെന്താ പൊട്ടിച്ചെറിഞ്ഞുകൂടായിരുന്നു ആ താലി? നീ അതെന്തിനാ ആരോടും പറയാതെ കഴുത്തിൽ സൂക്ഷിച്ചത്? വേണ്ട, മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും.
എന്റെ ഈ ഒരേ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി തന്നാ മതി. നിന്റെ കഴുത്തിൽ ആ താലി കെട്ടിയത് ജഗനാണെന്ന് അറിഞ്ഞിട്ട് ഇതുവരെ സമയം എത്ര കഴിഞ്ഞു? ജഗനെക്കുറിച്ച് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ നീ ആ താലി എന്തിനാ കഴുത്തിലിട്ടിരിക്കുന്നത്? പൊട്ടിച്ചെറിഞ്ഞൂടായിരുന്നോ തെമ്മാടിയും ദുഷ്ടനുമായ ജഗൻ കെട്ടിയ താലി?